الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ما عندكم ينفد وما عند الله باق ولنجزين الذين صبروا أجرهم بأحسن ما كانوا يعملون من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ജീവിതം ഫലപ്രദമായിരിക്കാനും നല്ല ഒരു ജീവിതം ഇഹലോകത്തും നല്ല ഒരു ജീവിതം പരലോകത്തും ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ ഓരോരുത്തരും സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്നാണ് ആദ്യമായി ഉണർത്തുന്നത്. അല്ലാഹു പറയുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം ഇല്ലാതെ നശിച്ചു പോകും. അത് നിങ്ങളുടെ ശക്തികളൊക്കെ, സമ്പത്താവട്ടെ, ആൾബലമാവട്ടെ, കൂട്ടുകുടുംബ ബലമാവട്ടെ, മറ്റ് ഏത് തരത്തിൽ നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഇല്ലാതെയായി പോകും. അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ളത് വല്ലതും ഉണ്ടെങ്കിൽ അതേ ബാക്കിയാവുകയുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് ബാക്കി. നമ്മുടെ കയ്യിലുള്ളതൊക്കെ ബാക്കി വെച്ച് കൊണ്ടുപോയതാണല്ലോ നമ്മുടെ മുൻഗാമികൾ. വലനജസിയന്നല്ലദീന സബറു അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അതുകൊണ്ട് ക്ഷമാപൂർവം അള്ളാഹുവിന്റെ അടുക്കലുള്ളതേ ബാക്കിയാവുകയുള്ളൂ എന്ന ധാരണയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് നാം പ്രതിഫലം നൽകും, ഏറ്റവും നല്ല പ്രതിഫലം. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. വിശ്വാസിയായിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ബാക്കി വെക്കുന്ന കാര്യമാണ് പറയുന്നത്. വിശ്വാസിയായിക്കൊണ്ട് ആണാവട്ടെ പെണ്ണാവട്ടെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ചാൽ ഫലനുഹയ്യന്നഹു ഹയാത്തൻ ത്വയ്യിബ, ഒരു നല്ല ജീവിതം, ഹയാത്ത് അവനിവിടെ ഇഹലോകത്ത് അല്ലാഹു കൊടുക്കും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ.
അവർ ചെയ്ത ഏറ്റവും നല്ല ആ പ്രവർത്തനങ്ങൾക്ക് പരലോകത്ത് അള്ളാഹു പ്രതിഫലവും നൽകും. അപ്പൊ ഇവിടെ നമ്മുടെ ലാഭത്തിന് വേണ്ടിയാണ് പലപ്പോഴും അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നത്. എല്ലാ അശ്രദ്ധകളും നിർബന്ധമായ കാര്യങ്ങളിൽ നിന്നുള്ള വീഴ്ചകളും അതുപോലെ അലംഭാവങ്ങളും ഒക്കെ എന്തെല്ലാമോ കാര്യങ്ങളിൽ ഇടപെട്ട് നേരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഈ അലോകത്തെ സുഖവും സന്തോഷവും നിലനിർത്താനാണ് അധിക മനുഷ്യരും അള്ളാഹുവിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തുന്നത്. അള്ളാഹു നമ്മളോട് പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും നല്ല ജീവിതം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കണമെന്നാണ്. ഫലനുഹയ്യന്നഹു ഹയാത്തൻ ത്വയ്യിബ, ഒരു നല്ല ജീവിതം ജീവിക്കണമെങ്കിൽ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കണം. ജീവിതത്തിന്റെ ഏറ്റവും ചെറിയതും വലിയതുമായ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു നമുക്ക് നൽകിയ മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ നന്മക്ക് വേണ്ടിയുള്ളതാണ്. ഒന്നാമതായി നമ്മുടെ ഒരു വിശ്വാസിയുടെ അടിസ്ഥാനം ഈമാനാണല്ലോ. ആ ഈമാനിനെ പറ്റി അള്ളാഹു പറഞ്ഞത് എന്താണ്? നല്ലത് കിട്ടുന്ന ഒരു മാർഗം അള്ളാഹു പറഞ്ഞത്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. വിശ്വസിക്കുക, ആ വിശ്വാസത്തിൽ ഉൽമില്ലാതിരിക്കുക, കലർത്താതിരിക്കുക. ഉൽമ് ഒരു തരത്തിലും നമ്മുടെ വിശ്വാസത്തിൽ ഏറ്റവും വലിയ ഉൽമ് ഇന്ന ശിർക ലദുൽമുൻ അദീം. അല്ലാഹുവല്ലാതെ നമുക്ക് രക്ഷകനുണ്ട്. ആരെങ്കിലും വിളിച്ചാൽ, ആർക്കെങ്കിലും വഴിപാടുകൾ നേർന്നാൽ, ആരുടെ പേരിലെങ്കിലും നേർച്ചയാക്കിയാൽ, ആർക്കെങ്കിലും നമ്മൾ ഒഴിഞ്ഞിട്ടാൽ അവരൊക്കെ നമ്മളെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അള്ളാഹുവിന് കൊടുക്കേണ്ട പ്രാർത്ഥനകളും അള്ളാഹുവിന് കൊടുക്കേണ്ട വണക്കങ്ങളും എല്ലാം മറ്റൊരാൾക്ക് നൽകി കഴിഞ്ഞാൽ അതാണ് ഉൽമ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ ഒരു വിശ്വാസി ഏകനായ അള്ളാഹുവിൽ എല്ലാ അർത്ഥത്തിലും അർപ്പിച്ചുകൊണ്ട് അവന്റെ പ്രാർത്ഥനയും അവന്റെ തേട്ടവും അവന്റെ പ്രതീക്ഷയും തവക്കുലും അവന്റെ ഭരമേൽപ്പിക്കലുമെല്ലാം അള്ളാഹുവിൽ അർപ്പിക്കണം. അല്ലാതെ മറ്റാരും നമ്മളെ വിളി കേൾക്കാനില്ല, നമ്മളെ രക്ഷിക്കാനില്ല. അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മറ്റാരും നമ്മളെ രക്ഷപ്പെടുത്താനില്ല. അതുകൊണ്ട് അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ, വിശ്വസിക്കുകയും ആ വിശ്വാസത്തോടുകൂടി അല്പം പോലും ഉൽമ് അതിക്രമം കലർത്താതിരിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളത് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം എവിടെ പറഞ്ഞോ അവിടൊക്കെ ഒരു നിർഭയത്വത്തിന്റെ കാര്യം പറഞ്ഞത് കാണാം. ഇതാ ഇബ്രാഹിം നബിയുടെ ജീവചരിത്രം വായിച്ചു പഠിച്ചു നോക്കിയാൽ എല്ലാം നിർഭയത്വമില്ലാത്ത ഭീകരതയുടെ നാട്ടിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് അമ്നിന്റെ കാര്യമാണ് അയാളുടെ ജീവിതത്തിനെ പറ്റി പറയുന്നത് അല്ലാഹു തആല. ആദ്യകാലത്ത് ഇറാഖിൽ ജീവിച്ച കാലത്തും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഓർക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. പ്രത്യേകിച്ചും ഇപ്പോൾ ഹജ്ജിന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു, കുറെ ആളുകൾ പോകാനിരിക്കുന്നു. ഈ ഒരു ദുൽഖഅദ് മാസത്തിന്റെ ഒടുവും ദുൽഹജ്ജ് മാസത്തിന്റെ തുടക്കവും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കൂടുതൽ നമ്മൾ ഓർക്കുന്ന കാലഘട്ടമാണ്. അതാണ് ലബ്ബൈക അല്ലാഹുവേ, ഞാൻ എന്റെ വിളി കേട്ട് വരുന്നു എന്ന് കടലിലും കരയിലും അതുപോലെ അന്തരീക്ഷത്തിലും മുഖരിതമാകുന്ന ശബ്ദത്തിൽ ആളുകൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതം വളരെ ദുരന്തപൂർണമായിരുന്നു. ഒരു ഭാഗത്ത് രാജാക്കന്മാർ, ഭരണാധികാരികളുടെ അക്രമങ്ങൾ, നാട്ടുകാരുടെ അക്രമങ്ങൾ, വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറയാൻ പറ്റാത്ത അന്ധവിശ്വാസങ്ങൾ കൂടുതലുണ്ടായിരുന്ന ഒരു സമൂഹം അവസാനം അദ്ദേഹത്തെ തീയിലിട്ട് കൊല്ലാൻ വേണ്ടി എല്ലാ ശക്തിയും അവർ ഉപയോഗിച്ച ഒരു കാലഘട്ടം. ഒരു അമ്നും ഒരു നിർഭയത്വം അദ്ദേഹത്തിന് ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. പിന്നീട് ഷാമിൽ ചെന്ന് നോക്കുമ്പോൾ ഇറാഖിൽ നിന്ന് ഷാമിലേക്കാണ് അദ്ദേഹം, ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് അദ്ദേഹം മാറി താമസിച്ചത്. അവിടെ ചെന്ന് നോക്കുമ്പോഴും
അക്രമങ്ങളും പ്രയാസങ്ങളുമായിരുന്നു. കുട്ടിയെ കൊണ്ടുപോയി അല്ലാഹു തആല ഹാജറയെയും ഇസ്മായിൽ എന്ന കുഞ്ഞിനെയും, ആദ്യമായി ലഭിച്ച കുഞ്ഞിനെയും ആരുമില്ലാത്ത കഅബയുടെ അടുത്ത് കൊണ്ടുപോയി വെച്ച് തിരിച്ചു പോകണം എന്നൊരു കൽപ്പനയോടുകൂടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ എല്ലാ ഭൗതികമായ സുഖങ്ങളും അവസാനിച്ച പോലെയായിരുന്നു. ആ ചരിത്രം വായിച്ചു നോക്കിയാൽ നമുക്കറിയാലോ. നമ്മുടെ കുട്ടീനെ ഈ പൊരിവെയിലത്ത് പോലും പുറത്തിറക്കാത്ത നമ്മൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അന്ന് പറഞ്ഞത് ആ മുല കുടിക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞിനെയും ഭാര്യയെയും ആരുമില്ലാത്ത വിജനമായ മക്കായുടെ വിജനമായ മലയിടുക്കുകൾക്കിടയിൽ ഒരു പ്രദേശത്ത് കൊണ്ടുപോയി വെക്കണം എന്നാണ്. അതൊരു ദുരിതം തന്നെയാണ്, ജീവിതത്തിലെ കഷ്ടപ്പാട് തന്നെയായിരുന്നു ആ ഭാര്യാഭർത്താക്കന്മാരുണ്ടായിരുന്നത്. ആ ഭാര്യയെയും കുട്ടിയെയും മക്കയുടെ ഇന്ന് കഅബ നിൽക്കുന്ന അന്നത്തെ വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അദ്ദേഹത്തിനോട് അന്ന് പറഞ്ഞു, തിരിച്ചു 1 മാസം യാത്ര ചെയ്യാനുണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്താൻ, നീ തിരിച്ചു പോയിക്കോ. അതും ഒരു ദുരിതം തന്നെയായിരുന്നു തിരിച്ചു പോകാൻ. ഈ കുട്ടിയെ ആര് നോക്കും? ഈ സ്ത്രീയെ, ഉമ്മയെ ആര് നോക്കും? അവർക്ക് വെള്ളം കഴിഞ്ഞാൽ ആര് വെള്ളം കൊടുക്കും? അവിടെ വെള്ളമുള്ള സ്ഥലമല്ലല്ലോ. ആര് ഭക്ഷണം കൊടുക്കും? അവിടെ മനുഷ്യരില്ലല്ലോ. മഴ പെയ്താൽ, വെയിലടിച്ചാൽ, അതുപോലെ ശത്രുക്കൾ ആരെങ്കിലും ആ വഴിക്ക് വന്നാൽ അവരെ കൊള്ള ചെയ്ത് കൊണ്ടുപോകില്ലേ? എല്ലാ തരത്തിലുമുള്ള വ്യാകുലാദികളും പരിഭ്രമങ്ങളും കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഭൗതിക ലോകത്തെ പരീക്ഷിച്ചു. അദ്ദേഹം തിരിഞ്ഞു നടക്കുകയാണ്. ആ കുട്ടീനെ അവിടെ വെച്ച് വെള്ളപ്പാത്രം അവിടെ വെച്ചു കൊടുത്തിട്ട് തിരിഞ്ഞു നടക്കുമ്പോ ഹാജറ റളിയല്ലാഹു അൻഹ 2 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടേക്കാണ്? ഞങ്ങളവിടെ ഒറ്റക്കല്ലേ? എങ്ങനെയാണ് ഈ ദുരിതം പിടിച്ച വെയിലത്ത്, ഈ മലമടുക്കുകൾക്കിടയിൽ ഞങ്ങൾ എങ്ങനെ കഴിഞ്ഞുകൂടും? നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരാണ് പേടിക്ക്? ആരാണ് വെള്ളം തരാൻ? അതൊന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാം ശ്രദ്ധിച്ചില്ല. കാരണം അള്ളാഹുവിനെ വിശ്വസിച്ചതോടുകൂടി അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീരുമാനിച്ചത്. പോകണം, തിരിച്ചു പോകണം. അവസാനം ഹാജറ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, അദ്ദേഹം മലയുടെ മുകളിലെത്തി, ഇനി തല കാണൂല, അദ്ദേഹം അങ്ങോട്ട് പോവാണ്, ഇറങ്ങി പോവാണ് അപ്പുറത്തേക്ക്. അപ്പൊ ചോദിക്കുന്നുണ്ട്, അല്ലാഹു അമറക ബിഹാദാ, ഇങ്ങനെ ഒരു പോക്ക്, ഞങ്ങളുടെ പ്രയാസങ്ങളൊന്നും നോക്കാതെ ഈ തിരിച്ചു പോകുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ എന്ന് ചോദിച്ചപ്പോ മാത്രം ഇബ്രാഹിം നബി മലമുകളിൽ നിന്ന് കൈ കാട്ടി കാണിച്ചു, അള്ളാഹ് കൽപ്പിച്ചതാണ്, പേടിക്കണ്ട, അള്ളാഹിന്റെ സംരക്ഷണം കിട്ടും. അപ്പോൾ ആ സ്ത്രീ പറയുന്ന മറുപടി, ഇതെല്ലാം അള്ളാഹ് ഞങ്ങളെ കൈവിടില്ല, ഞങ്ങൾ അള്ളാഹുവിൽ അർപ്പിച്ചിരിക്കുന്നു എന്നാണ്. എല്ലാ ദുരിതത്തെയും എല്ലാ പ്രയാസങ്ങളെയും അതിജീവിച്ച് പഠിച്ചവനിലേക്ക് മടങ്ങി അവനിൽ ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്നു എന്ന ആ ഒരൊറ്റ ഈമാനുണ്ടല്ലോ, അള്ളാഹുവിൽ മാത്രം അർപ്പിച്ചുള്ള ആ ഈമാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അമ്ന് നൽകിയത്, നിർഭയത്വം നൽകിയത്. പിന്നീട് ആ മനുഷ്യന്റെ നിർഭയത്വത്തിന്റെ വലിപ്പം എത്രയാണെന്ന് നമുക്കറിയാലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പേര് പറയാത്ത, ഉച്ചരിക്കാത്ത ഒരു നമസ്കാരമില്ലല്ലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിം. ഒരു വിശ്വാസിക്ക് 5 നേരം നമസ്കരിക്കാതിരിക്കാൻ പറ്റില്ല. 5 നേരത്തെ നമസ്കാരത്തിലും ഒരുപാട് വട്ടം ഇബ്രാഹീമിന്റെ പേരുച്ചരിക്കാതിരിക്കാൻ കഴിയില്ല. ഇബ്രാഹിം ലോകത്ത് എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു പ്രവാചകനായി അല്ലാഹു തആല കീർത്തി നിലനിർത്തി പ്രയാസങ്ങളൊക്കെ സഹിച്ചപ്പോ. അപ്പൊ അള്ളാഹു പറയുന്നതാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ മടങ്ങിയാൽ നിങ്ങൾക്ക് റബ്ബന അലൈക തവക്കൽന ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തമായ മാതൃകയുണ്ട്. ഇത് ഖാലു വല്ലദീന ആമനു മഅഹു, അദ്ദേഹത്തിന്റെ കൂടെ വല്ലദീന മഅഹു, അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ചവർക്കും ഇത് ഖാലു ലിഖൗമിഹിം ഇന്നാ ബുർആഉ മിൻകും, ഇബ്രാഹിമും അനുയായികളും ജനങ്ങളോട് പറഞ്ഞു, ഇന്നാ ബുർആഉ മിൻകും, നിങ്ങളുടെ ജീവിതത്തിന്റെ തിന്മകളുടെ കൂടെ ഞങ്ങളില്ല, നിങ്ങളെ കൂടെ ഞങ്ങളില്ല, ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ജീവിക്കുന്നത്. വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാ, അള്ളാഹുവിന്റെ പുറമെ ആരെയും വിളിച്ചു തേടാൻ ഞങ്ങൾ ഉണ്ടാവില്ല, അള്ളാഹുവിന്റെ പുറമെ ആർക്കും വഴിപാട് നടത്താൻ ഞങ്ങളില്ല, ഞങ്ങളൊക്കെ പഠിച്ചവന് കൊടുക്കുന്നവരാണ്, ഞങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ കൂടെ ഇല്ല. കഫർനാ ബിക്കും, നിങ്ങളുടെ ജീവിതം തെറ്റാണ് എന്ന്
ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് ഞങ്ങളത് നിഷേധിക്കുകയാണ്. നിങ്ങളും നമ്മളും തമ്മിൽ ജീവിതത്തിൽ ആദർശപരമായി അങ്ങനെ കൂടിച്ചേരുന്ന പ്രശ്നമില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തെ പടയം വെക്കേണ്ടതില്ല, നിങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് കയറി വരേണ്ടതുമില്ല. ഞങ്ങൾ അല്ലാഹുവിനെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. ഈ ഒരു പ്രഖ്യാപനം, അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അമ്നിന് വേണ്ടി പ്രാർത്ഥിച്ചത്. റബ്ബന അലൈക തവക്കൽന. ആ പ്രാർത്ഥനയുടെ അവസാനമുണ്ട് റബ്ബന അലൈക തവക്കൽന. റബ്ബേ, ജനങ്ങളുടെ കൂടെ ജീവിക്കാത്തത് കൊണ്ട്, കണ്ണിൽ കാണുന്ന തിന്മകളെല്ലാം ഒഴിവാക്കി ഒറ്റപ്പെട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കരുത്. അലൈക തവക്കൽന, നിന്റെ മാർഗത്തിൽ ജീവിച്ച് എല്ലാം നിന്നിലേക്ക് പരമേൽപ്പിച്ചിരിക്കുന്നു. വഇലൈക അനബ്ന, ഞങ്ങൾ നിന്നിലേക്കാണ് മടങ്ങി വരുന്നത്. വഇലൈകൽ മസീർ, നിന്റെ അടുക്കലേക്കാണ് അവസാനം വരാനുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ വിശ്വാസത്തിൽ കൂടി നമുക്കൊരു സമാധാനപരമായ ജീവിതം, പടച്ചവന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ മടങ്ങിയാൽ സമാധാനപരമായ ജീവിതം കിട്ടും എന്ന് വാക്ക് തന്നിട്ടുണ്ട്. ആ ഒരു സമാധാന ജീവിതമാണ് ആ ഒരു ഹയാത്തുൻ തയ്യിബത്തല്ലേ നമുക്ക് വേണ്ടത്. നമ്മൾ അധ്വാനിക്കുന്നതും ബേജാറാവുന്നതും കഷ്ടപ്പെടുന്നതും ഒക്കെ നല്ല ജീവിതത്തിനല്ലേ? ആ നല്ല ജീവിതമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ മടങ്ങി അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കുക. ആ വിശ്വാസത്തിൽ ഒന്നും കലർത്താതെ ആത്മാർത്ഥമായി തൗഹീദിൽ ജീവിക്കുക. അതാണ് ആ നിർഭയത്വത്തിന്റെ വഴി എന്ന് പഠിപ്പിച്ചു. രണ്ടാമതായി, അള്ളാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി മരിച്ചപ്പോ എന്തുണ്ടെങ്കിലും നബിന്റെ അടുത്തേക്ക് അവർ പോകല്ലേ, ഓടിച്ചല്ലല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ജനങ്ങളോട് പറയുന്നുണ്ട്, കാന ഫീക്കും അമാനാനി, നിങ്ങൾക്ക് 2 അഭയകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു അഭയകേന്ദ്രം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയി. പ്രവാചകനായിരുന്നു. എന്ത് ചോദിക്കാനും പറയാനും സങ്കടപ്പെടാനും വേണ്ടി വന്നാൽ നബി ഞങ്ങൾക്ക് വേണ്ടി പടച്ചവനോടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ദുആയിരിപ്പിക്കാനും ഒക്കെ പ്രവാചകനുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ഇനിയോ എന്നാൽ രണ്ടാമതൊരു അമാനത്ത് ഇവിടെ രണ്ടാമതൊരു അമാൻ, ഒരു നിർഭയത്വത്തിന്റെ മാർഗം നിലനിൽക്കുന്നുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ആ അമാനിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അതെന്താണ്? അള്ളാഹുവിന്റെ പറഞ്ഞല്ലോ, വമാ കാന അല്ലാഹു യുഅദ്ദിബുഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു യുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ. പ്രവാചകരെ, താങ്കൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് നാശങ്ങളും അപകടങ്ങളൊന്നും വരൂല. താങ്കളുടെ പ്രാർത്ഥനാപരമായി അവരൊക്കെ രക്ഷപ്പെട്ടു പോകും. താങ്കളുടെ മരണശേഷം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിനോട് ചെയ്തു പോയ അബദ്ധത്താൽ ചെയ്തു പോയ തെറ്റിന് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവർക്ക് നിർഭയത്വം ഉണ്ടായിരിക്കും എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ജനങ്ങളോട് വിളിച്ചു പറയുന്നത്. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ സുഖം, ഐശ്വര്യം, നല്ല നില എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തെങ്കിലും ഭൗതികമായ സുഖ സൗകര്യങ്ങൾ ഉണ്ട് എന്നത് കൊണ്ട് അല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. എനിക്ക് അതുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് എന്റെ കൂടെ ആളുകളുണ്ട്, എനിക്ക് ശക്തിയുണ്ട്. ഇതൊന്നുമല്ല ജീവിതത്തിൽ ഹയാത്തുൻ തയ്യിബത്ത്. ലൈസൽ ഗിന അൻ കസറത്തിൽ അറവ് ഇന്നമൽ ഗിന ഗിനൻ നഫ്സ്. നബി പറഞ്ഞു, നിങ്ങളുടെ ഭൗതികമായ സുഖ സൗകര്യങ്ങൾ എത്ര കൂടുതലുണ്ട് എന്നതല്ല ഐശ്വര്യത്തിന്റെ മാനദണ്ഡം. ഇന്നമൽ ഗിന, എന്നാൽ വലാകിന്നൽ ഗിന, ഗിന എന്ന് പറയുന്നത് ഗിനൻ നഫ്സി, മനസ്സിന് സമാധാനം ഉണ്ടാകുക എന്നതാണ്. എപ്പോഴാണ് മനസ്സിന് സമാധാനം? അപ്പോഴാണല്ലോ നല്ല ജീവിതം. മനസ്സിന് സമാധാനം ഉണ്ടാകുന്നത് ഞാൻ എൻ്റെ റബ്ബിനോടുള്ള ഉത്തരവാദിത്തം നിർവഹിച്ചിരിക്കുന്നു. ഇന്ന് എന്റെ റബ്ബിനോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട സമയത്ത് ഞാൻ നിർവഹിച്ചിരിക്കുന്നു. എന്റെ സമ്പത്തിൽ എന്റെ റബ്ബിനോടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കുന്നു. അതിൽ കളവും ചതിയും നടത്തിയിട്ടില്ല. ഒരു പൈസ പോലും മറ്റൊരാളുടേത് അറിഞ്ഞുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഞാനൊരു കളവ് പറഞ്ഞിട്ടില്ല. റബ്ബിനോടുള്ള ഉത്തരവാദിത്വം സത്യം പറയണമെന്നാണ്. ഞാൻ സത്യമേ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഓരോ ദിവസവും നമ്മൾ ശരിയായ ഒരു മനസ്സമാധാനം, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ആർക്കും തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല.
ഞാൻ ജനങ്ങളോട് നല്ലതേ ചെയ്തിട്ടുള്ളൂ എന്ന ആ മനസ്സിന്റെ ഐശ്വര്യവും സമാധാനവുമാണ് ഹയാത്തുൽ തയ്യിബത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഈ പ്രാർത്ഥനയെ പറ്റിയും ദിക്റിനെ പറ്റിയും ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നത് കാണാം, അദ്ദിക്റു ലിൽ ഖൽബി മിസ്ലൽ മാഇ ലിസ്സമകി ഫകൈഫ യകൂനു ഹാലു സമകി ഇദാ ഫാറഖൽ മാ. വെള്ളം മത്സ്യത്തിന് ജീവിക്കാൻ എത്രമാത്രം ആവശ്യമാണോ അതുപോലെയാണ് അള്ളാഹുവിനെ നിരന്തരമായി ഓർത്തുകൊണ്ട് ഇവിടെ ജീവിക്കുക എന്നത്. വെള്ളം പോലെയാണ് അള്ളാഹുവിനെ ഓർക്കുക, ദിക്റുകൾ, പ്രാർത്ഥനകൾ, അതൊക്കെ മനുഷ്യന് ജീവിക്കാനുള്ള വെള്ളമാണ്. ഫകൈഫ യകൂനു സമകു ഇദാ ഫാറഖൽ മാ. വെള്ളമില്ലെങ്കിൽ മത്സ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അത് ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ടിരിക്കുകയില്ലേ? അതുപോലെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സത്യസന്ധമായി ജീവിച്ചിട്ടില്ലെങ്കിൽ അസമാധാനവും അസംതൃപ്തിയും സങ്കടങ്ങളും ദുഃഖങ്ങളും നിരാശയുമായിരിക്കും എന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. വലഖദ് നഅലമു അന്നഹും യളീഖു സദ്റുക ബിമാ യഖൂലൂൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. ആളുകളുടെ ഒന്നാകെ പ്രവാചകന്റെ ശത്രുക്കളായി. പലരും അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി തക്കം തോക്കി നിന്നു. പലരും അദ്ദേഹത്തെ കൂക്ക് പിടിച്ചു. നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും, നടന്നു പോകുന്ന വഴിയിൽ വരെ പുല്ലുകളും അതുപോലെ മുള്ളുകളും കുഴികളും ഉണ്ടാക്കി ഉപദ്രവിച്ചപ്പോ അദ്ദേഹത്തിന് മനസമാധാനമില്ലാതെയായി, നിരാശ വന്നു. അള്ളാഹു പറഞ്ഞു, ഒരിക്കലും വലഖദ് നഅലമു അന്നഹും യളീഖു സദ്റുക ബിമാ യഖൂലൂൻ. അവർ പറയുന്നത് കൊണ്ട് യളീഖു സദ്റുക, നിനക്ക് വല്ലാത്ത നിരാശയുണ്ട്, സങ്കടമുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, റബ്ബിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക. എല്ലാ സങ്കടത്തിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. സഹോദരങ്ങളെ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇതിന്റെ ചേർത്ത് പറയുന്നത് അദ്ദുആഉ മിൻ അംഫഇൽ അദ്വിയ. ഒരു മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും നല്ല ചികിത്സ പ്രാർത്ഥനയാണ്. അത് ആരോടും വേണ്ടി കാശ് കൊടുത്ത് പ്രാർത്ഥിപ്പിക്കാനല്ല, സ്വന്തമായി ഒറ്റയ്ക്കിരുന്ന് തന്റെ ജീവിതത്തിലെ തിന്മകളെ ഓർത്ത് പശ്ചാത്തപിക്കുകയും നന്മയിലേക്ക് നടന്നു പോകാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. അതാണ് മിൻ അൻഫഇൽ അദ്വിയ, നിങ്ങൾക്ക് കിട്ടേണ്ട ചികിത്സകളിൽ, ഔഷധങ്ങളിൽ ഏറ്റവും ഉപകാരപ്പെട്ട ഔഷധം. വഹുവ അദുവുൽ ബലാ. എല്ലാ ചികിത്സവും കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർമാര് പറയാറുണ്ടല്ലോ, നിങ്ങൾ പഠിച്ചവനോട് പറഞ്ഞാളേ, അല്ലെങ്കിൽ ദൈവത്തിനോട് പറഞ്ഞാളേ. ഓരോരുത്തരുടെയും ഭാഷയിൽ പറയും. പ്രാർത്ഥനയാണ് മനുഷ്യന്റെ സമാധാനത്തിന് ഏറ്റവും ഹയാത്തുൽ തയ്യിബക്ക് വേണ്ടത് എന്നാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. വഹുവ അദുവുൽ ബലാ. ബലാ എവിടെയുണ്ടോ ആ ബലാഇന്റെ ദുരന്തങ്ങളുടെ ശത്രുവാണ് പ്രാർത്ഥന. ദുരന്തങ്ങളിലെ അടുത്ത് നിന്ന് പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടാമെന്നർത്ഥം. യുദാഫിഉഹു വയുആലിജുഹു വയംനഉ നുസൂലഹു വയർഫഉഹു ഔ യുഖഫിഫുഹു. ആ പ്രാർത്ഥന ബലാഅുകളെ തടുക്കും, അപകടങ്ങളെ തടുക്കും. അപകടങ്ങൾ ഇറങ്ങി വരുന്നതിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കും. അപകടങ്ങളിൽ നിന്നുള്ള ചികിത്സ പ്രാർത്ഥന കൊണ്ട് കിട്ടും. അപകടങ്ങളിൽ നിന്ന് മനുഷ്യനെ അല്ലാഹു തആല മാറ്റി നിർത്തും. അപകടങ്ങൾ വരുന്നതിന്റെ അതിന്റെ ആ ശക്തി കുറക്കാനെങ്കിലും, അപകടത്തിന്റെ ആ ശക്തി കുറക്കാനെങ്കിലും യുഖഫിഫുഹു, നിങ്ങളുടെ പ്രാർത്ഥന ഉപകരിക്കും. വഹുവ സിലാഹുൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന. പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമിക ശരീഅത്ത്, രക്ഷാമാർഗ, ജീവരക്ഷാമാർഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ആത്മീയതയിൽ കൂടി ജീവരക്ഷാമാർഗങ്ങൾ നമുക്ക് നിശ്ചയിച്ചു തരികയും പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ആ ജീവരക്ഷാമാർഗങ്ങളിൽ വിശ്വസിക്കുകയും അതിലേക്ക് മടങ്ങുകയുമാണ് രക്ഷയുടെ മാർഗം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥനകളും ദിക്റുകളും വിശ്വാസവും മാത്രമല്ല രക്ഷാമാർഗമായി ശരിയാത്ത ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ നബി പറഞ്ഞത്, നിങ്ങൾ ഇതാ ആവാ അഹദുക്കും അൻഫിറാസി, നിങ്ങൾ കിടന്നയിടത്തുനിന്ന് എഴുന്നേറ്റ് പോന്നു, മുറിയിൽ എഴുന്നേറ്റ് പുറത്തിറങ്ങി, സുമർജായിലേക്ക്
പിന്നെ കിടക്കാൻ വേണ്ടി രാത്രിയോ പകലോ ആ വിരിപ്പിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു ചെല്ലുകയാണെങ്കിൽ ഫൽയംഫുളഹു സലാസ മറ, 3 പ്രാവശ്യം വിരിപ്പ് തട്ടിക്കൊട്ടണം എന്നാണ് ശരീഅത്തിന്റെ നിയമമാണത്. വിരിപ്പ് തട്ടിക്കൊട്ടണം. എത്ര അപകടങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. വിരിപ്പിൽ നിന്നും, കട്ടിനടിയിൽ നിന്നും, വീട്ടിന്റെ ഉള്ളിൽ നിന്നും എത്ര അപകടങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നബി അതൊക്കെ സൂക്ഷിച്ചു പറയുന്നുണ്ട്. വിളക്ക് കത്തിച്ചു വെച്ച് നിങ്ങൾ കിടന്നുറങ്ങരുത്. സഹീഹ് ഹദീസിൽ കാണാം. വാതിൽ അടച്ചു വെക്കണം. ഇതൊക്കെ ദിക്റും തസ്ബീഹും കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നുള്ളതല്ല. വാതിൽ അടച്ചു വെക്കണം. ആനിയ, പാത്രങ്ങൾ മൂടി വെക്കണം. നിങ്ങളുടെ ഭക്ഷണപാത്രങ്ങൾ മൂടി വെക്കണം. വാതിലുകൾ അടക്കണം. കത്തിച്ച് വെച്ച വിളക്ക് എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ വിളക്ക് എണ്ണത്തിരികളായിരിക്കും. ഏതായിരുന്നാലും അത് കെടുത്തു വെക്കണം. വിരിപ്പുകൾ തട്ടിക്കൊട്ടിയിട്ട് വേണം നിങ്ങൾ കിടന്നിറങ്ങാൻ എന്നൊക്കെ നബി എന്നിട്ട് നബി ഇത്രയും കൂടി പറഞ്ഞു. നീ അവിടുന്ന് പോന്നതിന്റെ ശേഷം ആ വിരിപ്പിൽ എന്തെങ്കിലും ജന്തുക്കളൊക്കെ കയറി കൂടിയിട്ടുണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടല്ലോ. അത്രമാത്രം ഭൗതിക കാര്യത്തിൽ വരെ അതിന് പുറമെ ആത്മീയതയും പറയുന്നുണ്ട്. നിങ്ങൾ കിടന്ന് അങ്ങനെയൊക്കെ തട്ടിക്കൊട്ടി കിടന്നിട്ട് പിന്നീട് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നോ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ പണിയൊക്കെ എടുക്കണം. ഇതൊക്കെ ചെയ്ത് സുരക്ഷിതമാവണം. വെയിലും തണലും കൂടി ഉള്ളയിടത്ത് നിങ്ങൾ ഇരിക്കരുത്. സഹീഹ് ഹദീസിൽ നബി പറയുന്നുണ്ട്, ശരീരത്തിന്റെ ഒരു ഭാഗത്ത് വെയിലും മറുഭാഗത്ത് തണലും കിട്ടുന്നുണ്ടെങ്കിൽ ഇരിക്കരുത്. ഒന്നുകിൽ വെയിലിലേക്ക് കയറിയിരിക്കുക, അല്ലെങ്കിൽ തണലിലേക്ക് ഇരിക്കുക. രണ്ടും കൂടി കൊള്ളരുത്. അത് അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങളാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് ഇറങ്ങ്. അല്ലാഹുവിന്നി അഊദു ബിക മിൻ അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. അല്ലാഹുവേ, ഈ ഇറക്കത്തിൽ അങ്ങാടിയിലേക്കാവട്ടെ, യാത്രക്കാവട്ടെ, എവിടേക്കാവട്ടെ, അല്ലാഹുവേ, പിഴച്ചു പോകുന്നതിൽ നിന്ന് ഞാൻ എന്നോട് രക്ഷ തേടുന്നു. ആരെങ്കിലും പിഴപ്പിക്കാതിരിക്കാൻ ഞാൻ എന്നോട് ചോദിക്കുന്നു. അതുപോലെ കാൽ വഴുതി പോകുന്ന, എന്തെങ്കിലും സ്ലിപ്പ് ചെയ്ത് കാൽ വഴുതുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിശ്വാസത്തിലേക്കും അപകടകരമായ ജീവിതത്തിലേക്കും തെറ്റിപ്പോകുന്നതിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. ആരെങ്കിലും എന്നെ തെറ്റിച്ച് കൊണ്ടുപോകുന്നതിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. ആരെങ്കിലും ആക്രമിക്കുന്നതിൽ നിന്നും, മറ്റൊരാളെ ഞാൻ ആക്രമിക്കേണ്ട സാഹചര്യത്തിൽ നിന്നും രക്ഷ തേടുന്നു. ആരെങ്കിലും അറിവില്ലാതെ എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ ചെയ്യുന്നതിൽ നിന്നും, ഞാൻ ആരോടെങ്കിലും വിവരം കെട്ട വർത്തമാനം പറയുന്നതിൽ നിന്നും രക്ഷ തേടുന്നു. എത്ര കൃത്യമായ രക്ഷയുടെ മാർഗം, രക്ഷാ കവചം ചൊല്ലിയിട്ടാണ് ഇറങ്ങാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വാഹനത്തിൽ കയറുമ്പോൾ വാഹനത്തിന്റെ ദുരന്തങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. സങ്കടത്തോടു കൂടിയല്ലാതെ ഓർക്കാൻ പോലും കഴിയാത്ത ഒരുപാട് ദുരന്തങ്ങൾ, കളിച്ച് ചിരിച്ച് പോകുന്ന മനുഷ്യന്മാര്, അവയവങ്ങൾ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലെത്തുന്ന ദുരന്തങ്ങൾ എന്നും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വാഹനത്തിൽ കയറിയാൽ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർള അല്ലാഹുമ്മ ഹബ്ബിൻ അലൈനാ സഫറനാ വതബി അന്നാ ബഅദഹു അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ മാലി വൽ അഹ്ലി. ഒക്കെ പ്രാർത്ഥനകളാണ്. എന്താണ്? അല്ലാഹുവേ, യാത്രയിൽ ഗുണം തരണം, ദോഷം തരരുത്. അല്ലാഹുവേ, എന്റെ കുട്ടികളുടെയും കുടുംബത്തിന്റെയും അടുക്കലേക്ക് ഒരു ദുരന്തപൂർണമായി എന്റെ ശവമഞ്ചം കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ടായരുത്. കയ്യും കാലും ഒടിഞ്ഞൊറിഞ്ഞ് ആ ദുരന്തത്തോടുകൂടി തിരിച്ചു വീട്ടിലേക്ക് എത്തുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷ തേടുന്നു എന്ന് ഏത് വാഹനത്തിൽ കയറിയാലും പ്രാർത്ഥിച്ചിട്ട് വാഹനം മുന്നോട്ട് മൂവ് ചെയ്യാവൂ എന്ന് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചതാണ്. അതിൽ പ്രാർത്ഥനയുണ്ട്. അതോടൊപ്പം നബി പറഞ്ഞു, അൽ അജ്ലത്തു മിനശ് ശൈത്താൻ, ഏത് കാര്യത്തിലും ധൃതി പിശാചിൻ്റെതാണ്. വാഹനം ഓടിക്കുമ്പോഴും അത് മറ്റു കാര്യങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും തിരക്ക് കൂട്ടി ധൃതി കൂട്ടുക എന്നുള്ളത് പിശാചിൻ്റെതാണ്. അല്പം ഒരു മിനിറ്റിന് വേണ്ടി, ഒരു 5 മിനിറ്റിന് വേണ്ടി അമിതമായി ധൃതി കൂട്ടരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ മനുഷ്യൻ സുരക്ഷിതത്വം, ഇസ്ലാമിക ശരീഅത്ത്, നമ്മൾ സുരക്ഷിതരായിരിക്കണം. നമുക്ക് അപകടങ്ങൾ ഉണ്ടാവരുത്, പ്രയാസങ്ങൾ ഉണ്ടാവരുത്.
അതിനൊരു ഭാഗത്ത് നമ്മുടെ അടുക്കൽ നിന്നുള്ള സൂക്ഷ്മതകൾ, പ്രത്യേകിച്ചും പ്രവാചകൻ ഒരു കാര്യത്തിലും സൂക്ഷ്മതയെ പറ്റി പറയാതിരുന്നിട്ടില്ല. സൂക്ഷ്മതകൾ, മറുഭാഗത്ത് പ്രാർത്ഥനകൾ. മൂന്നാമത്തൊരു കാര്യം, അള്ളാഹുവിൽ നിർഭയത്വത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പോകുക. തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് കാവലുണ്ടാകും എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെയാണ് വിശ്വാസികളായി ജീവിക്കേണ്ടത് എന്ന് ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നു. ഇതനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന വിധം നാം ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ദുൽഖഅദ മാസത്തിന്റെ കുറെ മുന്നോട്ടെത്തിക്കഴിഞ്ഞു. ഉദ്ഹിയ്യത്തിനെ പറ്റി ഇപ്പോൾ തന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. വളരെ വില കൂടി എന്നാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഉദ്ഹിയ്യത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവര് 10,000 ഉറുപ്പികയാണ് ഒരു ഓഹരിക്കുള്ളത്. 10,000 ഉറുപ്പിക നമ്മുടെ ഒരു പതിവനുസരിച്ച് സാധാരണ വാങ്ങിയിട്ട് അതിന് ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാറാണ്. അപ്പൊ കൃത്യമായും ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കും. സാധാരണ നിരക്ക് കൂടുതൽ ഉണ്ടാവാറില്ല, അതങ്ങനെയാണ് വരുന്നത്. എന്നാലും 10 100 അതിന്റെ താഴെ കൂടുതൽ അധികമായി കഴിഞ്ഞാൽ അത് അങ്ങോട്ട് തിരുകയും വേണം. അങ്ങനെയുള്ള ഇപ്പോൾ നിശ്ചയിച്ചത് അതാണ് 10,000 ഉറുപ്പിക. ആ കാര്യം നിങ്ങൾ ഓർത്ത് ബന്ധപ്പെട്ട ആരെങ്കിലും നിങ്ങളതിൻ്റെ കാശ് കൊടുക്കുക, അതിനെ അറിയിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. 2, നമ്മൾ മാസാന്തം പാവപ്പെട്ട മനുഷ്യന്മാർക്ക് വേണ്ടി സമാഹരിക്കാറുള്ള റിലീഫ് ഫണ്ടാണ്. നിങ്ങൾ നമ്മുടെ പെട്ടിയിലോ ബക്കറ്റിലോ നിക്ഷേപിക്കുക. ഒരു മിസ്കീൻ അവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. അള്ളാഹു വിശ്വാസിയായി ജീവിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുവാനാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്ന കുടുംബ മിത്രാദികൾക്കൊക്കെ അല്ലാഹു തആല നല്ല ഒരു യാത്രയും മഖബൂലും മബ്റൂറുമായ ഹജ്ജും അല്ലാഹു തആല അതിനും തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മളെല്ലാം അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. രോഗികൾക്കും പ്രയാസപ്പെടുന്നവർക്കും അല്ലാഹു ശാന്തിയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി നമ്മയും അവരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا